ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിലും ജില്ലാ സ്പോർട്സ് അക്കാദമിയിലും മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. വിവിധ ജില്ലകളിലായിട്ടാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം വയനാട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കുന്നമ്പറ്റ സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറിയൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. ലൈബ്രറി സയൻസിൽ ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂൺ 5 ഉച്ചയ്ക്ക് 2 മണിക്ക് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. നിശ്ചിത യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ +2 യോഗ്യതയുള്ളവരെ പരിഗണിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ തന്നെ ജില്ലാ സ്പോർട്സ് അക്കാദമിയിലും പുൽപ്പള്ളി ആർച്ചറി സ്പോർട്സ് അക്കാദമിയിലേക്കും ദിവസവേതനാടിസ്ഥാനത്തിൽ വനിതാ വാർഡൻ, വനിതാ കുക്കിൻ്റെ നിയമനം നടത്തുന്നുണ്ട്. 35-നും 45-നും ഇടയിൽ പ്രായമുള്ള പരിചയസമ്പന്നരായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റിൻ്റെ അസലും പകർപ്പും സഹിതം മെയ് 29 രാവിലെ 10 മണിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മാനന്തവാടിയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൺ കേന്ദ്രത്തിൽ അഡീഷണൽ ടീച്ചർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 23 വയസ്സ് പൂർത്തിയാക്കിയ സാമൂഹ്യ സേവനത്തിൽ തൽപരരായ സ്ത്രീകൾക്ക് പങ്കെടുക്കാം. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം മെയ് 29 രാവിലെ 11 മണിക്ക് കേരള മഹിളാ സമിതിയുടെ ജില്ലാ ഓഫീസിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തലശ്ശേരി ചൊക്ലിയിലെ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെൻറ് കോളേജിൽ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഹിന്ദി, ഫിലോസഫി, പൊളിറ്റിക്സ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ അതിഥി അധ്യാപക രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്പർ ലഭിച്ചവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം മെയ് 29 അഭിമുഖത്തിന് ഹാജരാവണം. നെറ്റ് അല്ലെങ്കിൽ PhD യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദം നേടിയവരെ പരിഗണിക്കുന്നതാണ്. അടുത്തത് കോഴിക്കോട് പുതുപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബിക്, ഫിസിക്കൽ സയൻസ്, ഇംഗ്ലീഷ് അധ്യാപകരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം മെയ് 27 ഉച്ചയ്ക്ക് 2 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഇടയിരിക്കപ്പുഴ CHCയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റിനെ നിയമിക്കുന്നുണ്ട്. നിശ്ചിത യോഗ്യതയുള്ള പ്രവൃത്തി പരിചയമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം മെയ് 27 വൈകിട്ട് 3-നകം വാഴൂർ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ bdovzur@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അപേക്ഷിക്കേണ്ടതാണ്. വിശദ വിവരത്തിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ മണർക്കാടുള്ള കോട്ടയം സൈനിക വിശ്രമ കേന്ദ്രത്തിലേക്ക് പാർട്ട് ടൈം സ്വീപ്പറുടെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസം 7000 രൂപയാണ് വേതനം ലഭിക്കുക. താല്പര്യമുള്ളവർ മെയ് 31 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി വിശദ വിവരങ്ങൾ സഹിതം അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ പുനലൂർ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നിവിടങ്ങളിൽ കുക്ക് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ പട്ടികവർഗ്ഗക്കാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത 10ാം ക്ലാസ്സും KGTN ഫുഡ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫുഡ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ സമാന കോഴ്സുകളാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി മെയ് 28 രാവിലെ 10:30 പുനലൂർ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കൊല്ലം ജില്ലയിൽ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ്മാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള സിവിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ BTech ആണ്. മുൻപ് ബോർഡിൽ അപ്രന്റീസായി ട്രെയിനിങ് എടുത്തവരാകരുത്. പ്രായപരിധി 2025 ജൂൺ 1 28 വയസ്സ് കവിയരുത്. കരാർ കാലാവധി 1 വർഷമാണ്. പ്രതിമാസം 10,000 രൂപ സ്റ്റൈപ്പൻഡ് നൽകും. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം ചാമക്കട ജില്ലാ ഓഫീസിൽ മെയ് 27 രാവിലെ 11 മണിക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും
ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.